ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷനൊപ്പം 4 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നടന്നായിരുന്നു. അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതിൽ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് കൺഫേം ആയി. നാളെയാണ് ചന്ദ്രബാബു നായിഡു, തെലുങ്കുദേശം പാർട്ടിയുടെ ലീഡറായ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ നാളെയാണ്. അതുപോലെ തന്നെ ഓൾറെഡി സിക്കിമില് SKM എന്ന് പറഞ്ഞ പാർട്ടി, സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി പ്രേം സിംഗ് തമാങ് ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റു. അതുപോലെ അരുണാചൽ പ്രദേശിൽ ഇതുവരെയ്ക്ക് അധികാരമേറ്റില്ല, പക്ഷേ അത് കൺഫേംഡ് ആണ്. പേമ ഖണ്ഡു BJPയുടെ ലീഡർ ചീഫ് മിനിസ്റ്റർ ആവും. പക്ഷേ BJP ഫോർ ദ ഫസ്റ്റ് ടൈം വൺ എ സ്റ്റേറ്റ് that is Odisha. Actually they were striving very hard for securing the rule of Odisha for the last 3 to 4 decades. അപ്പം അതിൽ അവരിപ്പോഴാണ് സക്സസ്ഫുൾ ആയത്. അപ്പം BJP അവിടെ വിൻ ചെയ്തു. അൺഇൻറ്ററപ്റ്റഡ് റൂൾ ഓഫ് BJD, ബിജു ജനതാദൾ, under the chief ministership of Navin Patnaik was ended in the last election. അപ്പോൾ അതിനുശേഷം ആരാണ് പുതിയ ചീഫ് മിനിസ്റ്റർ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. BJP was not revealing their cards until yesterday. അപ്പോൾ ഇപ്പം മനസ്സിലായി, അത് മോഹൻ മജ്ജിയാണ്. മോഹൻ മജ്ജി അതൊരു ട്രൈബൽ ലീഡറാണ്. BJPയുടെ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ആയിരിക്കും അവർ പക്ഷേ ആ ട്രൈബൽ ലീഡറിന്റെ സെലക്ഷനിൽ കലാശിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒഡീഷയിൽ അത്യാവശ്യം നല്ല ട്രൈബൽസ് ഉള്ള സ്റ്റേറ്റ് ആണ്. നമ്മളുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്ന് പറയുന്ന വ്യക്തി പോലും ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്, ഒഡീഷക്കാരിയാണ്, നമുക്കറിയാം. അപ്പം ആ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും. പുള്ളി വേറെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിൽ നിന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പ് ആദ്യം ഒരു സാനിറ്റേഷൻ വർക്കറുടെ മകനായിട്ട് ജനിച്ചാണ്. ഫുട്പാത്തിലൊക്കെ ഉറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഹംബിൾ ഒറിജിനാണ്. പ്രത്യേകിച്ച് പുള്ളി ട്രൈബൽ ആണല്ലോ. അപ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമായിരുന്നിരിക്കാം. എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ ഡെമോക്രസിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത്രയും താഴെ നിലയിൽ ജനിച്ച ആൾക്കാർ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആവുന്നു. മോഹൻ മജ്ജി. ഓക്കെ, ഈ മോഹൻ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ ഇന്ത്യയിൽ ചീഫ് മിനിസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ആണ്, അല്ലെ? അപ്പൊ 2 മോഹന്മാരുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട്. പിന്നെ കന്നഡ ഫിലിം ആക്ടർ ദർശനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട. ദർശൻ ഒരു മർഡറിന്റെ ബാക്കിൽ പ്രവർത്തിച്ചു എന്നുള്ള ന്യൂസാണ്. പിന്നെ ആ ന്യൂസുകളൊന്നും നമുക്ക് വേണ്ട. പിന്നെ നമുക്കുള്ളത് താഴെ വരുമ്പോ ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസുകളിൽ ഒരുപാട് ന്യൂസുകൾ ഇന്ത്യയിലെ വേരിയസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അവരുടെ മിനിസ്ട്രീസിൽ അവരുടെ ചാർജ് എടുത്തതാണ്. അപ്പൊ ഫസ്റ്റിൽ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട് അർജുൻ രാം മേഘ്വാൾ. ഇന്ത്യയുടെ എന്ത് മിനിസ്റ്ററാണ്? ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഹീസ് നോട്ട് എ ക്യാബിനറ്റ് മിനിസ്റ്റർ, ഹീസ് എ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ബട്ട് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് 30 പേരുണ്ട്, അവരെ പേരും പഠിക്കണം, പ്ലസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട് ഓഫ് 5 മിനിസ്റ്റേഴ്സ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജസ്, one is Arjun Ram Meghwal. Arjun Ram Meghwal is holding a very important portfolio, that is law ministry. ലോ മിനിസ്ട്രിയിൽ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇന്നലെ പിന്നീട് ചുമതല ഏറ്റെടുത്തു. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മിനിസ്ട്രി പ്രതിജ്ഞാബദ്ധമാണെന്ന്. BJPയുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആയ ജനതാദൾ യുണൈറ്റഡും അതിനോട് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. തെലുങ്കുദേശം പാർട്ടിയൊക്കെ എന്ത് പറയുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ വരുന്നത്. വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാനൊന്ന് പറയാം. ഇന്ത്യയിലെ ക്രിമിനൽ ലോസ് എല്ലാം യൂണിഫൈഡ് ആണ്. ക്രിമിനൽ ലോസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എവറി റിലീജിയസ് followers in India. Even if I am a Hindu, even if you people are Christians or Muslims, you and me all have to respect and obey the criminal laws in India. If we commit a crime, we will get punishment as per the ക്രിമിനൽ ലോസ് ഓഫ് ഇന്ത്യ. നമ്മളുടെ റിലീജിയൻ ഒന്നും അവിടെ കൺസിഡർ ചെയ്യാതെ. പക്ഷേ ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ അങ്ങനെയല്ല. സിവിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മാരേജ്, സക്സഷൻ, അതുപോലെ ഇൻഹെറിറ്റൻസ്, അതുപോലെ ഡിവോഴ്സ്, അതുപോലെ അഡോപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധ മതക്കാർ എല്ലാവരുടെയും നിയമങ്ങൾ വ്യത്യസ്തമാണ്, വ്യക്തി നിയമങ്ങളിൽ. അപ്പം അതും യൂണിഫൈ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട്സുമാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ പരന്നു കിടക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നമ്മളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടെ നിന്നാണ് എടുത്തത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. നമ്മളുടെ മെനി ഐഡിയൽസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ were borrowed from different countries in the world. Fundamental rights were borrowed from USA, parliamentary democracy from Britain, single citizenship from Britain. Then these directive principles, that idea of directive principles were borrowed from
ദ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. അയർലൻഡിൽ നിന്ന് നമ്മളെടുത്ത പ്രിൻസിപ്പിൾസ് ആണ് 36 തൊട്ട് 51 വരെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡ് UCC ആണ്. അന്നേ അവർ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം അതിന്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. പക്ഷേ ബേസ്ഡ് ഓൺ കൺസെൻസസ് ഓൺലി വി ക്യാൻ മൂവ് ഇൻ, അല്ലെങ്കിൽ വി ക്യാൻ മേക്ക് പ്രോഗ്രസ് ഇൻ സച്ച് കണ്ടൻഷ്യസ് ഇഷ്യൂസ്. അത് കുറച്ച് കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. കാര്യം പല ആൾക്കാർക്ക് പല കൺസേൺസും ഉണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മിനിസ്ട്രിക്ക് വേറെ വളരെ ഹെവി ആയിട്ടുള്ള വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ജൂലൈ 1 മുതൽ ജൂലൈ 1, അതായത് ഇനി ഇന്ത്യയിൽ ജൂലൈ 1 ആവാൻ വെറും 2 ആഴ്ചയുള്ളൂ. ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ പുതിയ ഈ നമ്മളുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് എല്ലാം മാറിയാണ്. അതുപോലെ അതിന് പകരം ഭാരതീയ ന്യായ സംഹിത, അതുപോലെ CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇങ്ങനെ 3 നിയമങ്ങൾ വരികയാണ്. അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയുടെ ചുമതലയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൂ. ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് അറിഞ്ഞാത്തവർ എഴുതി വെച്ചോളണം. ഭഗവത് മൻ അല്ലേ, ഭഗവത് മൻ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഈ സ്പീക്കർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ, ഇത് പൊളിറ്റിക്സ് ആണ്, പക്ഷെ അവിടെ സ്പീക്കറിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഇന്ത്യയുടെ ലോക്സഭയുടെ ഹെഡ് എന്ന് പറയുന്ന ലോക്സഭാ സ്പീക്കർ ആണല്ലോ. ലോക്സഭയുടെ രാജ്യസഭയ്ക്ക് ചെയർമാൻ എന്ന് പറയുന്നത്, രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യസ് രാജ്യസഭ ചെയർമാൻ വിൽ ബി ഓൾവേസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ കറന്റ്ലി ജഗദീപ് ധൻഖർ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ ഹി ഈസ് ലീഡിംഗ് ദ രാജ്യസഭ. ഹി ഈസ് ദ ഡിഫാക്ടോ ചെയർമാൻ ഓഫ് രാജ്യസഭ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് ജഗദീപ് ധൻഖർ. അതേ സമയത്ത് ജഗദീപ് ധൻഖറിന്റെ സ്പെല്ലിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാം, ജഗദീപ് ധൻഖർ. അതേ സമയത്ത് പക്ഷെ ഇതിന്റെ പ്രത്യേകത, രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും എന്തായിരിക്കും, രാജ്യസഭയുടെ മെമ്പർ ആയിരിക്കൂല. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് രാജ്യസഭ, ബട്ട് ഹി ഈസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോക്സഭയുടെ കേസ് എടുത്തൊക്കെ ലോക്സഭ സ്പീക്കർ വിൽ ഓൾവേസ് ബി എ മെമ്പർ ഓഫ് ലോക്സഭ ഓൺലി. ഓം ബിർള വാസ് എ പ്രീവിയസ് സ്പീക്കർ ഓഫ് ലോക്സഭ, 17th ലോക്സഭയുടെ സ്പീക്കർ. ഹി വാസ് എൻ MP ഫ്രം കോട്ട, രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നത്. അതൊന്നും ഇപ്പൊ പഠിക്കണ്ട കാര്യം, അത് കഴിഞ്ഞു. ഹി സ്റ്റിൽ അൻ MP ഫ്രം കോട്ട ഓൺലി. പക്ഷെ അദ്ദേഹത്തിന് തന്നെ സ്പീക്കർ സ്ഥാനം കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. സ്പീക്കർ സ്ഥാനം സാധാരണ ഒരു ഗവൺമെന്റിൽ അത് റൂൾ ചെയ്യുന്ന പാർട്ടി, മേജർ പാർട്ടി ആയിരിക്കും സ്പീക്കർ സ്ഥാനം എടുക്കുന്നത്. ഇപ്പൊ BJP ആണ് മെയിൻ പാർട്ടി. പക്ഷെ അവർക്ക് ഇപ്പൊ അലയൻസ് പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആർക്ക് കൊടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഈ സ്പീക്കർ ഇലക്ഷന് മുമ്പായിട്ട് പ്രോടൈം സ്പീക്കർ സെലക്ട് ചെയ്ത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോടൈം സ്പീക്കർ ഇത് എലക്ട് ചെയ്യുന്നതല്ല, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. പ്രസിഡന്റ് ആണ് പ്രോടൈം സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ ഒരു ജോലിയാണ് പ്രോടൈം സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുക. അത് അപ്പോഴത്തെ ഇപ്പൊ 18th ലോക്സഭയിൽ നിലവിൽ വരാൻ പോകുന്ന 18th ലോക്സഭയിൽ ഇലക്ട് ചെയ്യപ്പെട്ട വന്ന ന്യൂ മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളിനായിരിക്കും പ്രോടൈം സ്പീക്കറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഹിസ് ഓൺലി ജോബ് ഈസ് ടു ഇലക്ട് ന്യൂ സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് chair the oath taking ceremony of newly elected Lok Sabha MPs. Newly elected Lok Sabha MPമാരുടെ oath taking ceremony ചെയർ ചെയ്യുക. അത്രയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് പ്രോടൈം സ്പീക്കറിന്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ആവശ്യമില്ല ഇതൊന്നും. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു മരണത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. സരോദ് മെയ്സ്ട്രോ. സരോദ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഹിന്ദുസ്ഥാനി മ്യൂസിക്, നമ്മൾ കർണാട്ടിക് മ്യൂസിക് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുണ്ട്, പൊതുവെ ഇവിടെ കർണാട്ടിക് മ്യൂസിക് ആണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് കൂടുതൽ പോപ്പുലർ. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കർണാട്ടിക് മ്യൂസിക്കിലില്ല. സരോദ്, സിതാർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. നമുക്ക് വീണയൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഈ സരോദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ വലിയൊരു എന്താ പറയുക എക്സ്പോണന്റ് ആയിരുന്നു, ഒരു മൈസ്ട്രോ ആയിരുന്നു പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ആന്ധ്രാപ്രദേശിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ചന്ദ്രബാബു നായിഡു നാളെ അധികാരം ഏൽക്കുന്നു. ഇന്നാണ്, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ഇന്നാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരം വെക്കുന്നത്. മിക്കവാറും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പവൻ കല്യാൺ ആയിരിക്കും. എഴുതണ്ട, അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല.
ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് ആയിരുന്നു പഠിച്ചു വെച്ചേക്കണം. അബ്ദുൾ നസീർ ആണ് ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ. അബ്ദുൾ നസീർ ഫോമർ സുപ്രീം കോർട്ട് ജഡ്ജി ആയിരുന്നു. അബ്ദുൾ നസീർ ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ്. താഴോട്ട് വരുമ്പോ ഞാൻ ഇനി ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും മിനിസ്റ്റേഴ്സിന്റെ പേര് കാണുമ്പോൾ അടുത്ത കുറെ കാലത്തേക്ക് ആ മിനിസ്റ്റേഴ്സിന്റെ പേരും അവരുടെ പോർട്ട്ഫോളിയോയും ഇങ്ങനെ പറഞ്ഞു പോകും. ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ഗുണം, ഒരു കാരണവശാലും നിങ്ങൾ മിനിസ്റ്റേഴ്സിന്റെ പേര് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു ബൈഹാർട്ട് ദ names of ministers and their portfolios if you are a regular reader of Hindu newspaper. Every day 5 to 6 names will appear at some places in Hindu newspaper. Once you read frequently, that name will be in your mind. Okay, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ ക്ലാസ്സിലും. പുതിയ മിനിസ്റ്ററിയും കൂടെ അല്ലേ, അപ്പൊ കുറച്ചു കാലം പറയുമ്പോഴത് ബൈഹാർട്ട് ആവുള്ളൂ. എച്ച് ഡി കുമാരസ്വാമി എന്തിന്റെ മിനിസ്റ്റർ ആണ്? സ്റ്റീലിന്റെയും ഹെവി ഇൻഡസ്ട്രീസിന്റെയും മിനിസ്റ്റർ ആണ്. ഹെവി ഇൻഡസ്ട്രീസിന്റെയും സ്റ്റീലിന്റെയും മിനിസ്റ്റർ ആണ് എച്ച് ഡി കുമാരസ്വാമി. അദ്ദേഹത്തിന്റെ പേരിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അകത്തെ പേജിലേക്ക് ഒരുപാട് മന്ത്രിമാരുടെ പേരുണ്ട്, അവരൊക്കെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വേറെ ന്യൂസ് ഉള്ളത്, IASC ഡെവലപ്സ് മെത്തേഡ് ടു റിമൂവ് ഹെവി മെറ്റൽ കണ്ടാമിനൻസ് ഫ്രം ഗ്രൗണ്ട് വാട്ടർ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഭയങ്കര പ്രശ്നമാണ്. മെയിൻലി ആഴ്സനിക് ഒക്കെ പോലുള്ള ഹെവി മെറ്റൽസ് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിൽ, പ്രത്യേകിച്ച് ഈ ബോർവെല്ലിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളത്തിൽ ഉണ്ടാവാറുണ്ട്. അത് ഹൈലി പോയിസണസ് ആണ്. നമ്മുടെ ഹ്യൂമൻ കൺസപ്ഷൻ ചെയ്താൽ ക്യാൻസറസ് ഒക്കെയാണത്. അപ്പോൾ ഈ പറഞ്ഞ ഹെവി മെറ്റൽ കണ്ടാമിനൻസിനെ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി, ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മെത്തേഡ് IASC ഡെവലപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. IASC എന്താണെന്ന് അറിയാലോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് പൊതുവെ കരുതപ്പെടുന്നതാണ് IASC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം? ബാംഗ്ലൂർ അല്ലെ. അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ, എല്ലാ ദിവസത്തെയും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എഡിറ്റോറിയൽസ്. അത് നിങ്ങൾ അതിന്റെ സമ്മറി മനസ്സിലാക്കണം, കോംപ്രഹെൻഡ് ചെയ്യണം നന്നായിട്ട്. കണ്ടിന്യൂറ്റി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ലാസ്റ്റ് ഒരു 1 to 2 months എടുത്താൽ the trend is always the trend in Hindu newspaper will be always there will be some political editorials. Today also there is no difference. The first editorial is a pakka political editorial, but at the same time we have to understand the editorial. That's why we are going into that. Otherwise അതൊരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി സ്റ്റെബിലിറ്റി. ഇത് നരേന്ദ്രമോദിയുടെ 3ാം ഗവൺമെന്റിന്റെ NDA 3യുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കോമ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്ത് നോക്കിയാൽ കണ്ടിന്യൂറ്റിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ബിഗ് 4ൽ ഒരു ചേഞ്ചും സംഭവിച്ചില്ല. ബിഗ് 4 മീൻസ് ഫിനാൻസ് നിർമ്മല സീതാരാമൻ, ഹോം അമിത്ഷാ, ഡിഫൻസ് രാജ്നാഥ് സിംഗ്, ദെൻ എക്സ്റ്റേണൽ അഫയേഴ്സ് ജയശങ്കർ. ഇനി 5th വരാണെങ്കിൽ Nitin Gadkari is also a very senior leader of BJP and he is also holding the same portfolio as the NDA 2 government, like the NDA 2 government, road transport and highways, Nitin Gadkari. ഇനി പീയൂഷ് ഗോയൽ, another minister. അദ്ദേഹത്തിന്റെ ചില മിനിസ്ട്രീസ് എടുത്ത് മാറ്റിയെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൻ മിനിസ്ട്രി ആയ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അദ്ദേഹത്തിന്റെ കൈ തന്നെയുണ്ട്. ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അദ്ദേഹത്തിന്റെ നേരത്തെ മാറ്റി. എനിക്കത് പ്രഹ്ലാദ് ജോഷിയാണെന്ന് തോന്നുന്നു. ഇപ്പം നോക്കണം, പ്രഹ്ലാദ് ജോഷിയാണെന്ന് എൻ്റെ ഓർമ്മ. അത് മാത്രമേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവ്, ഓൾമോസ്റ്റ് ഓൾ ദി പോർട്ട്ഫോളിയോസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിസ്ട്രിയിൽ അദ്ദേഹം ഹോൾഡ് ചെയ്ത ഓൾമോസ്റ്റ് ഓൾ പോർട്ട്ഫോളിയോസ് ആർ ഹീസ് ഹോൾഡിംഗ് നൗ ഓൾസോ. മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി അല്ലായിരുന്നു കഴിഞ്ഞ തവണ, അത് അനുരാഗ് താക്കൂറിന്റെ ആയിരുന്നു. അനുരാഗ് താക്കൂർ ഇപ്പം മിനിസ്ട്രിയിലില്ല, സോ ഹി ടുക്ക് ഓവർ ദാറ്റ് മിനിസ്ട്രി ഓൾസോ. പിന്നെ ആകെപ്പാട് അദ്ദേഹത്തിന്റെ കൈതെടുത്ത് മാറ്റി കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ജ്യോതിരാദിത്യ സിന്ധ്യക്ക് കൊടുത്തു. ജ്യോതിരാദിത്യ സിന്ധ്യയാണ് കമ്മ്യൂണിക്കേഷന്റെ മിനിസ്റ്റർ. പ്ലസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ഡെവലപ്മെന്റ്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഉണ്ടല്ലോ, അരുണാചൽ പ്രദേശ്, അതുപോലെ ആസാം, മേഘാലയ ഒക്കെ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ഡെവലപ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തത്. ആർക്കാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ സിവിൽ ഏവിയേഷൻ ഉണ്ടായിരുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ. ആ സിവിൽ ഏവിയേഷൻ എടുത്ത് മാറ്റി അത് തെലുങ്ക് ദേശം പാർട്ടി കൊടുത്തു. അങ്ങനെ ചെറിയ സ്മോൾ ഷഫിൾസേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നമ്മളുടെ പുതിയ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റും ഒക്കെ നമ്മളുടെ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മീൻസ് മോഡിയുടെ മൊത്തം മിനിസ്ട്രി. ഇനി നാളെ വേറെ മോഡി മാറി വേറെ ഏതെങ്കിലും പ്രൈം മിനിസ്റ്റർ ആയാലും അദ്ദേഹത്തിന്റെ മൊത്തം മിനിസ്ട്രിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതിലേ സുരേഷ് ഗോപിയൊക്കെ ഉൾപ്പെടുകയുള്ളൂ. അവര് സഹമന്ത്രിമാരാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ അവരെല്ലാവരും വരും. പക്ഷേ
ക്യാബിനറ്റ് മീൻസ് സീനിയർ മോസ്റ്റ് ഒരു 30 മിനിസ്റ്റേഴ്സ് ആണ് ഇപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം മിനിസ്റ്റർ എപ്പോഴും ചെയർ ചെയ്യുന്ന മിക്കവാറും ക്യാബിനറ്റ് മീറ്റിംഗ് ആയിരിക്കും. അതായത് മൊത്തം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവര് റയർ ആയിട്ടേ പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ അഡ്രസ് ചെയ്യാറുള്ളൂ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് ടോട്ടൽ എത്രയെന്ന് വെച്ചാൽ ലോക്സഭയുടെ മൊത്തം എം പിമാരുടെ എണ്ണത്തിന്റെ 15% ക്രോസ് ചെയ്യാൻ പാടില്ല. ലോക്സഭയുടെ മൊത്തം എം പിമാരുടെ എണ്ണത്തിന്റെ, അതായത് 540 എം പിമാരാണ് ലോക്സഭയിലുള്ളത്. 540യുടെ 15% 81, അത് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിലവിൽ 72 ഉള്ളൂ. ഇനി എക്സ്പാൻഡ് ചെയ്താലും 81 വരെ ആവാൻ പാടുള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതോറിറ്റി ഈ പറഞ്ഞ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സെലക്ഷനും പോർട്ട്ഫോളിയോസ് അലോക്കേഷനിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയില്ല. 30 എം പിമാരുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അദ്ദേഹം തന്നെയാണ് മന്ത്രിമാരെ തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡോമിനൻസ് അവിടെയും കാണാൻ പറ്റും. കാര്യം പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ജനതാദൾ യുണൈറ്റഡും തെലുഗുദേശം പാർട്ടിയൊക്കെ BJP കൊടുത്തത് കൊണ്ട് സാറ്റിസ്ഫൈ ആയി എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. കാര്യം തെലുഗുദേശം പാർട്ടിക്കും അതുപോലെ നിതീഷ് കുമാറിന്റെ JDUവിനൊക്കെ BJPയുടെ കൂടെ നിൽക്കേണ്ട വേറെ ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് അവർ അക്സെപ്റ്റ് ചെയ്തത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മിനിസ്റ്റേഴ്സും കീ മിനിസ്റ്റേഴ്സ് എല്ലാം അവരുടെ തന്നെ പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പോളിസീസിൽ നിന്നും വ്യത്യാസമൊന്നും ഈ ഗവൺമെന്റിലും വരാൻ സാധ്യതയില്ല. കാര്യം മിനിസ്റ്റേഴ്സ് ഒക്കെ സെയിം ആണ്. സോ കണ്ടിന്യൂറ്റി ആയിരിക്കും പോളിസിയുടെ കാര്യത്തിലൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പിന്നെ റീകൂപ്പ് ചെയ്തത്. അപ്പോ അതൊക്കെ പറയുന്നത്. പിന്നെ എല്ലാവരും ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ അലയൻസ് പാർട്ട്നേഴ്സും എല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട് അവർ സാറ്റിസ്ഫൈ ചെയ്തു. ചെറിയ ചില മർമറിങ് ഒക്കെ ഉണ്ടായെങ്കിലും പിന്നെ BJP ഹിന്ദു എന്ന് പറയുന്ന റിലീജിയനിലുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനെയും മാക്സിമം ഏകോപിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് ആക്കുക എന്നൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഇന്ത്യ മുഴുവനുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനും റെപ്രസെന്റേഷൻ കൊടുത്തു. അതിൽ തന്നെ മൈനോറിറ്റീസ് ആയ സിഖുകാരെയും ക്രിസ്ത്യൻസിനെയാണ് അവർ കൂടുതൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് മന്ത്രിമാരെ കൊടുത്തു, കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ ഉൾപ്പെടെ. അതേ സമയത്ത് മുസ്ലിം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി കഴിഞ്ഞ 2 തവണയും അവർ മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഈ പ്രാവശ്യവും കഴിഞ്ഞ തവണ കൊടുത്തിരുന്നു, അല്ല കഴിഞ്ഞ തവണ അങ്ങോട്ട് ഇതുണ്ടായിരുന്നു. മുക്താർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന ഒരു BJP ലീഡറെ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പം ആർക്കുമില്ല. പിന്നെ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ജയശങ്കർ അവരെല്ലാം പഴയ റോളിൽ തന്നെ പെർഫോം ചെയ്യാണ്. അവരെ പഴയ പോർട്ട്ഫോളിയോസ് തന്നെയാണ് അവർ കൊടുത്തത്. മോഡിക്ക് അവർ അത്രയും ട്രസ്റ്റ് ആണ്, അതെല്ലാം പറയുന്നുണ്ട് അവരുടെ പെർഫോമൻസിലും ഒക്കെ. നമ്മളുടെ പിന്നെ ഓരോ മന്ത്രിമാരുടെ കാര്യങ്ങൾ, രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്ട്രി നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതും, അതുപോലെ അഗ്നിവീർ എന്ന് പറയുന്ന അഗ്നിപത് സ്കീം ഉണ്ടല്ലോ, ഈ ഡിഫൻസ് റിക്രൂട്ട്മെന്റ് ഉള്ള ആ സ്കീമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാനൊക്കെ രാജ്നാഥ് സിംഗിന്റെ സ്കിൽസ് ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് വീണ്ടും അത് കൊടുത്തതെന്നും. ജയശങ്കർ അതുപോലെ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ വളരെ കമന്റബിൾ ആയിട്ടുള്ള ജോബ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം മറ്റ് രാജ്യങ്ങളായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മിനിസ്റ്റർ തിരിച്ചു കിട്ടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടൊക്കെ ഉള്ള നമ്മളുടെ, അതായത് അമേരിക്കയായിട്ടൊക്കെ ഉള്ള നമ്മളുടെ ബന്ധത്തിലുള്ള ഇംപ്രൂവ്മെന്റിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. നിർമ്മല സീതാരാമൻ കോവിഡ് സമയത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ എക്കോണമിയെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ എക്കോണമി ഇപ്പോൾ ഏതാണ്ട് 8% ഗ്രോ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോയി. പക്ഷേ അതേസമയത്ത് സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിർമ്മല സീതാരാമന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരളമൊക്കെ പലപ്പോഴും പരാതി പറയുമായിരുന്നു, സെൻട്രൽ നമ്മൾ അവഗണിക്കുന്നു, നമുക്ക് കിട്ടേണ്ടതായിരുന്നില്ല എന്ന് പറഞ്ഞൊക്കെ. അപ്പൊ അങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷനിൽ മാത്രമേ അവർക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അമിത്ഷാ കുറെ ജോലികൾ ചെയ്തു തീർക്കാണ്ട് കഴിഞ്ഞ തവണത്തെ അമിത്ഷായുടെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ സംഭവ ബഹുലമായിരുന്നു. കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക, പിന്നീട് അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പീരീഡിൽ നടന്നു. അപ്പം ഇപ്പൊ അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സെൻസസ് അവരാണ് നടത്തേണ്ടത്. സെൻസസ് നടത്തിയിട്ടില്ല, അപ്പൊ സെൻസസ് നടത്തണം. ഞാൻ പറഞ്ഞു ക്രിമിനൽ കോഡ്സ്, പുതിയ ക്രിമിനൽ കോഡ്സ് ലോ മിനിസ്ട്രിയും കൂടെ ഒരു ജോലിയാണെങ്കിൽ ഹോം മിനിസ്ട്രി ആണ് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ പുതിയ ജൂലൈ 1 തൊട്ട് നിലവിൽ വരാൻ പോയാണ്. അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന്റെ ഇംപ്രൂവ്മെന്റ്, അതെല്ലാം അദ്ദേഹത്തിന്റെ ജോലിയാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആദ്യം പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒരു സിമ്പിൾ എഡിറ്റോറിയൽ തന്നെയാണ്, ഫാക്ട്സ് ഇൻ ഫിക്ഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് സംഭവം കർണാടകത്തിലൊരു സിനിമ 2 ആഴ്ചത്തേക്ക് ബാൻ ചെയ്തു. 2 ആഴ്ചത്തേക്കേ ഉള്ളൂ, 2 ആഴ്ചത്തേക്ക് ബാൻ ചെയ്തു. ആ സിനിമ ബാൻ ചെയ്ത് ശരിയായില്ല എന്നുള്ള പേരുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവില. അതൊരു ഹിന്ദി ഫിലിമാണ്. ആ ഹിന്ദി ഫിലിമിന്റെ പേര് ഹമാരെ ബാര എന്ന് പറയുന്ന സംഭവമാണ്. ഈ 2 ആഴ്ചത്തേക്കാണെങ്കിൽ പോലും അത് ബാൻ ചെയ്തത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിലൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ വയലേഷൻ ആണ് ഈ കാര്യത്തിൽ
കർണാടക ഗവൺമെന്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ആള് ചെന്ന് ഒരു കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ഒരു സിനിമ ബാൻ ചെയ്യുന്നത് ബാൻ ചെയ്യാൻ കോടതി ഒരിക്കലും ഇടപെടുന്നത് ശരിയല്ലെന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കോടതികൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, അവരങ്ങനെ ചെയ്യാറുമില്ല. കാരണം ഓൾറെഡി ഒരു സിനിമ റിലീസിന് തയ്യാറാവുന്ന CBFCയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. അവരാണ് സിനിമ സർട്ടിഫൈ ചെയ്യേണ്ടത്. CBFC മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. CBFC മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം, അതാണ് സെൻസർ ബോർഡ് നമ്മൾ ചുരുക്കി പറഞ്ഞത്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അവരുടെ അപ്രൂവലും സർട്ടിഫിക്കേഷനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് അതിൻ്റെ അകത്ത് വേറെ റോളൊന്നുമില്ല. എന്നിട്ട് കോടതികൾ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഇത് ഈ ഇടയ്ക്ക് സുപ്രീം കോടതി തന്നെ അത് പറയുന്നുണ്ട്. സുപ്രീം കോടതി ഈ ഇടയ്ക്കല്ല, എനിക്ക് തോന്നുന്നു 1918 ഒരു ജഡ്ജ്മെന്റ് ആണ് പറയുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഒരു ത്രെട്ട് ഓഫ് വയലൻസിന്റെ പേരിലൊന്നും, ഇപ്പൊ വയലൻസ് ഉണ്ടാവുന്ന പേരിലാണ് ഇപ്പൊ കർണാടക ഹൈക്കോർട്ടല്ല, കർണാടക ഗവൺമെന്റ് ഈ സിനിമ ഹമാരെ ബാര എന്ന് പറയുന്ന സിനിമ തൽക്കാലത്തേക്ക് അത് ബാൻ ചെയ്തേക്കുന്നത്, അതിന്റെ സ്ക്രീനിങ്. അപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ആ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ആ സിനിമയോ ബുക്കോ ബാൻ ചെയ്തല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റുകൾ പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന് പല കോടതി വിധികളുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്കൊരു ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും സിനിമകളും ബുക്കുകളും ഇറക്കാത്തതാണ് നല്ലത്. അതവിടെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ ഈ സിനിമയിലെ ചില ഡയലോഗ്സ് ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആയിട്ട് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിനിമ ഇറങ്ങാൻ സമ്മതിച്ച് തന്നെ ആ ഡയലോഗ്സ് ഒക്കെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഈ സിനിമയിലൊരു കഥ എന്ന് പറയുന്നതും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അത്യാവശ്യം നല്ല പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നെന്നും, ഈവൻ ഇഫ് അവരുടെ മുസ്ലിം മെന്നിന്റെ വൈഫിന് ഹെൽത്ത് ഇല്ലെങ്കിൽ പോലും കൂടുതൽ കുട്ടികളെ പ്രസവിക്കാൻ മുസ്ലിം മെൻ, ആണുങ്ങൾ അവരെ നിർബന്ധിക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ പറയുന്നത് ഒരു അവയർനെസ് മൂവിയാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഒരു കമ്മ്യൂണിറ്റിയും ടാർഗറ്റ് ചെയ്തിട്ടല്ല, ഇത് അവയർനെസിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ മിക്കവാറും ഹിന്ദി ഫിലിംസിലൊക്കെ ഒരു പ്രൊപ്പഗണ്ട, ഒരു അജണ്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് മൈനോറിറ്റിയിലെ മെയിൻ കമ്മ്യൂണിറ്റിയായ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അത് അവരെ തെറ്റ് പറയാൻ പറ്റൂല എന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റായ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടും CBFCയുടെ സർട്ടിഫിക്കേഷൻ ഒരു ഫിലിമിന് ഉള്ളതുകൊണ്ടും ഏതെങ്കിലും വയലൻസ് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമ ബാൻ ചെയ്യുന്നതോ ഒരു ബുക്ക് ബാൻ ചെയ്യുന്നതോ ഒന്നും ശരിയല്ല. അത് കൗണ്ടർ മെഷേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ എടുത്തുകൊണ്ട് ഈ സിനിമകളുടെയൊക്കെ റിലീസൊക്കെ എൻഷുർ ചെയ്യേണ്ടതാണെന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഇതാണ് ഈ എഡിറ്റോറിയലിന്റെ കണ്ടന്റ്. പിന്നെ ഇവിടുത്തെ ആർട്ടിക്കിൾസ് ഒരു ആർട്ടിക്കിൾ ഇന്ത്യസ് ലൂമിംഗ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. ഇത് അശോക മോഡി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നത്. തനി വിവരക്കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാൻ അത്ര വലിയ എക്കണോമിസ്റ്റ് ഒന്നുമല്ല, ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടില്ല, ഞാൻ ബിടെക്കാണ് പഠിച്ചത്. പക്ഷെ വായിച്ച് ഉള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പുള്ളി ഇത് പറയുന്നത് വെച്ചാല് ജസ്റ്റ് ഇത് സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആവണ്ട. പുള്ളിയുടെ ഇതിലെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുന്നുണ്ട്. ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ബാങ്കുകൾ കൊടുക്കുന്ന ലോൺ, ബാങ്കുകൾ മാത്രമല്ല NBFC എന്ന് പറയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്. NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മുത്തൂറ്റിനെയൊക്കെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്. ബാങ്ക് അല്ല, ബാങ്ക് പോലെയാണ്, അതുകൊണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. പിന്നെ MFIs ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദീസ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ Reserve Bank of India. If we are getting a question like this, who is regulating NBFCs, then your answer will be RBI only. Who is regulating MFI, microfinance institutions, then also your answer will be RBI only. RBI ഇതുപോലെ ഒരുപാട് എണ്ണത്തിന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിപ്പോ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാം കൊടുക്കുന്ന ലോണിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോണിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവുന്ന ഇന്ത്യയിൽ ക്രെഡിറ്റ് ഗ്രോത്ത്. ഇത് ആക്ച്വലി ഒരു എക്കണോമിയുടെ ഗ്രോത്തിനെ സഹായിക്കും. ക്രെഡിറ്റ് ഗ്രോത്ത് എപ്പോഴും കൂടുന്നതാണ് നല്ലതെന്നാണ് എക്കണോമിസ്റ്റുകൾ കൂടുതലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. എസ്പെഷ്യലി ബാങ്കുകളുടെ NPA പ്രോബ്ലം അല്ലെങ്കിൽ ബാഡ് ലോൺ പ്രോബ്ലം കുറഞ്ഞിരിക്കും. അതായത് അവർക്ക് ലോൺ കൊടുക്കും നമുക്ക് എല്ലാവർക്കും, ആ ലോൺ തിരിച്ചടയ്ക്കപ്പെടാതിരുന്ന ബാങ്കുകളുടെ എന്തോ കൂടും, NPA കൂടും. NPA means non-performing asset. Non-performing asset means if we are taking a loan and we are not repaying that loan,
ആ ഒരു സിനാരിയോ എന്ന് കരുതി അവർ അപ്പോഴേ അതിനെ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യത്തില്ല. ആഫ്റ്റർ 90 ഡേയ്സ് ഐ എം നോട്ട് repaying the loan I took from bank for continuously for 90 days. After 90 days, that bank will classify that loan as an NPA or bad loan, non-performing asset or bad loan. 90 days കഴിയുമ്പോൾ, അതായത് 3 months കഴിയുമ്പോൾ അപ്പോഴേ അതിന് NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ NPA അല്ലെങ്കിൽ ബാഡ് ലോൺ എന്ന് പറയുന്ന സംഭവം കൂടാത്തിടത്തോളം കാലം ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എപ്പോഴും നല്ലതാണ്. നമ്മളെ ആൾക്കാർ പൈസ ലോൺ എടുക്കുന്നു, ആ ലോൺ എടുത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, കൺസപ്ഷൻ കൂടും എപ്പോഴും നമ്മുടെ എക്കണോമിയിൽ. ബാങ്കൊക്കെ തിരിച്ച് പൈസ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ ഇന്ത്യയിലെ എക്കണോമിയിൽ ഇങ്ങനെ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന അങ്ങനെയൊന്നും അല്ല. പുള്ളി പറഞ്ഞു വെച്ചാൽ ഈ ഡെറ്റ് ടു GDP റേഷ്യോ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആൾക്കാർ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ കുറെ സംഭവങ്ങൾ വാങ്ങും. എന്നിട്ട് ആ പൈസ തിരിച്ചടയ്ക്കാൻ എൻ്റെ പൈസ കാണത്തില്ല. തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം പോയി SBI ലോൺ എടുക്കും. അപ്പൊ ആ SBI ലോൺ എടുത്ത പൈസ വെച്ച് ഈ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടയ്ക്കും പൈസ. അപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ നടക്കുന്നുണ്ട്. അത് ഈ ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടാവാൻ അപ്പോഴും കാരണമാവും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം അങ്ങനെ ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. നാളെ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ ബേഴ്സ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഇന്റർ കണക്ട് ആയിട്ട് എല്ലാ ബാങ്കുകളിലും എൻ്റെ ലോൺ കിടക്കില്ല. അതുപോലെ ക്രോഡ്സ് ഓഫ് ആൾക്കാരുടെ ലോൺ കാണും. അപ്പോൾ ഒരു ബാങ്കിൽ പ്രോബ്ലം വന്നാൽ എല്ലാ ബാങ്കിനെ അത് ബാധിക്കും. അങ്ങനെയൊക്കെയാണ് കരുതി പറയുന്നത്. അത് മാത്രമല്ല, കോർപ്പറേറ്റ് ലോണുകളുടെ കാര്യത്തിൽ ഗ്രോത്ത് ഇല്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ എടുക്കുന്ന പേഴ്സണൽ ലോണുകളുടെ ഗ്രോത്ത് ഉള്ളത്. അപ്പൊ അത് ക്വാളിറ്റി ഗ്രോത്ത് അല്ല. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പക്ഷെ എനിക്കത് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. എന്തായാലും ക്രെഡിറ്റ് ഗ്രോത്ത് നാളെ ഭാവിയിൽ ഇന്ത്യയുടെ എക്കോണമിയിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നത്. നോർമൽ എക്കണോമിക്സിൽ അങ്ങനെ അല്ല ഞാൻ കേട്ടിട്ടുള്ളത്. പണ്ട് USA റിസഷൻ 2008 വരുന്ന സമയത്തും ജപ്പാനിൽ എക്കണോമിക് ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ എന്നൊക്കെ പറഞ്ഞ് ഈ അശോക മോഡി ഒരു ഫിയർ സൈക്കോസിസ് ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. നോർമലി ഞാൻ എക്കണോമിക് ടൈംസ് പോലുള്ള പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇതുവരെ ഞാൻ ആരും പറഞ്ഞു കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഭയങ്കര കിടലോ എക്കണോമിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസും പുതിയ വാർണിംഗ്സും ഒക്കെ ആയിട്ടൊക്കെ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം. ഓക്കെ. പിന്നെ അറസ്റ്റ് ഏജൻസീസ് ആൻഡ് ക്രിമിനൽ കോഡ്സ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വായിക്കണമെന്നില്ല. ഇതിൽ മെയിൻ ആയിട്ട് 2 കോർട്ട് ഓർഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് 1 മിനിറ്റ് മതി ഇത് പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരാൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ, ഒരു കേസ് ഉണ്ടായാൽ കുറ്റപത്രം തയ്യാറാക്കി കോർട്ടിൽ സമർപ്പിക്കുമ്പോൾ ആ കുറ്റപത്രം ആർക്കെതിരെയാണോ തയ്യാറാക്കിയത് അയാളെ കൂടെ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഈ ഇടയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് എപ്പോഴും കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആർക്കെതിരെയാണോ കുറ്റപത്രം സമർപ്പിക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്യുക, അയാളെ കൂടെ കോടതി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അയാൾ നോർമലി എപ്പം കോടതിയിൽ വിളിച്ചാലും വരുന്ന ആളാണ്. പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും വിളിച്ചാലും വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കേസിലും ഈ കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് ആർക്കെതിരെയാണോ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അതാണ് ഒരു കോടതി വിധി. രണ്ടാമത്തെ കോടതി വിധി എന്ന് പറയുന്നത് അതുപോലെ ഒരു സെക്കൻഡ്. രണ്ടാമത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ കാരണവും അയാൾ അറിയിച്ചിരിക്കണമെന്നാണ്. അയാളെ തന്നെ അറിയിക്കണമെന്നില്ല, അയാളുടെ വക്കീലിനെ അറിയിച്ചാലും മതി. ഇത് രണ്ടാമത്തെ ആ കോടതി വിധി റീസെന്റ് ആണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആർട്ടിക്കിൾ അത് റീസെന്റ് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രം ഉണ്ടായിരുന്നു, ഓൺലൈൻ മാഗസിൻ. അതിന്റെ എഡിറ്ററിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി UAPA ചുമത്തി. UAPA എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. UAPA ചുമത്തിയിട്ട് UAPA ചുമത്തി കഴിഞ്ഞാൽ പിന്നെ ജാമ്യമൊന്നും കിട്ടത്തില്ല 6 മാസത്തേക്ക്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തി അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരുന്നു. അപ്പൊ അയാളെ കേസിൽ പ്രബീർ പുരകയസ്തി എന്ന അയാളുടെ പേര്, അയാളുടെ പേരൊന്നും പഠിക്കണ്ട. അയാളുടെ കേസിൽ സുപ്രീം കോടതി ഈ ഇടയ്ക്ക് വിധിച്ചു ഈ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്ന്. അയാൾ ചെയ്ത കാര്യം ശരിയാണെന്നല്ല അവർ പറഞ്ഞു. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേറെ നടക്കും. അയാൾ ചെയ്ത ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേറെ പറയും. പക്ഷെ അയാളുടെ അറസ്റ്റ് ഇല്ലീഗൽ എന്ന് പറയാൻ കാര്യം ഈ അറസ്റ്റിന്റെ കാരണം അയാൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല അയാളുടെ അഡ്വക്കേറ്റിന്. അപ്പൊ UAPA അല്ലെങ്കിൽ PML ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ. ഇപ്പം അറസ്റ്റിന്റെ കാര്യത്തിൽ ഈ 2 നിയമങ്ങളുടെ അണ്ടറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഏത് നിയമമാണെങ്കിലും ഇതാണെങ്കിലും ഏതാണെങ്കിലും
UAP ആണെങ്കിലും ശരി, PMLA എക്സ്പാൻഷൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, PMLA എക്സ്പാൻഷൻ എന്നാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഇതാണെങ്കിലും ശരി, ഈ രണ്ടാണെങ്കിലും ശരി, ഇഫ് വൺ പേഴ്സൺ ഈസ് അറസ്റ്റഡ്, the reason for that arrest should be properly communicated to him or his interested person, that is his advocate. അതുകൊണ്ട് അതാണ്, അത് വലിയൊരു കോടതി വിധിയാണ്, നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അല്ലെ അറസ്റ്റ് ഇല്ലീഗൽ ആയിരിക്കും. പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ആർട്ടിക്കിൾ നമ്മൾ ഇന്നലെ ഇവിടെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് എന്തിനാണോ എന്തോ ഹിന്ദുവിൽ ഇന്ന് സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും ബീഹാറിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റുമെന്നൊരു ആർട്ടിക്കിൾ എഴുതിയേക്കുന്നു. ഇന്നത്തെ BJP ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന രണ്ട് പാർട്ടികൾ ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ്. അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് സ്റ്റേറ്റുകളും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ ഞാൻ അത് ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിന് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് എലിജിബിൾ ആവുന്നത്, അത് ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്റ്റേറ്റിൽ ട്രൈബൽ പോപ്പുലേഷൻ നല്ല രീതിയിൽ വേണം, ആ സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കലി ബാക്ക്വേർഡ് ആയിരിക്കണം, ആ സ്റ്റേറ്റിൽ ഇൻഡസ്ട്രീസ് ഒക്കെ തീരെ കുറവായിരിക്കണം, അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേറ്റ് ലെവലിൽ ഫിനാൻസസ് എറൈസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ്. ഈ ഏത് സിറ്റുവേഷൻ നോക്കിയാലും ബീഹാറോ ആന്ധ്രാപ്രദേശൊന്നും ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടാൻ എലിജിബിൾ അല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം 90% അവരുടെ പ്രോജക്ട് ഫണ്ടിങ് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടി വരും. സെൻട്രൽ ഗവൺമെന്റ് ഭയങ്കര ബേർഡൻ ഉണ്ടാക്കും. ഭാവിയിൽ നമ്മളുടെ എക്കണോമിയെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ബീഹാർ ആക്ച്വലി ബാക്ക്വേർഡ്. അതിന്റെ കാരണം നോട്ട് ഡ്യൂ ടു എനി കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക് റീസൺസ്, ലൈക്ക് ഇറ്റ് ഇസ് നോട്ട്, ഇപ്പൊ ഹില്ലി സ്റ്റേറ്റ് ആണെങ്കിൽ ഹിസ്റ്റോറിക് റീസൺ ആണ്, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ റീസൺ ആണ്. ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതാണെങ്കിൽ ഹിസ്റ്റോറിക് റീസൺ കൊണ്ടാണ്. ഇതൊന്നും അല്ല, അത് പൂർ ഗവേണൻസ് ഉണ്ടാ. ഭരിച്ചവന്മാരും കട്ട് മുടിച്ച്, ലാലു പ്രസാദ് യാദവ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് കട്ട് മുടിച്ച് അവരെ വീട്ടിൽ കാശ് കൊണ്ടുപോയിട്ടാണ്. അതിന് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റ് സ്റ്റേറ്റുകൾ, പുവർലി മാനേജ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, അവരുടെ പുവർ ഗവേണൻസിന്റെ കാരണം കൊണ്ട് ആ സ്റ്റേറ്റുകൾ കണ്ടിന്യൂസ്ലി അവർ പോവർട്ടിയിലേക്ക് പോകുന്നു, അവർ ബാക്ക്വേർഡ്നെസ്സിലേക്ക് പോകുന്നു. അതിന് ബെറ്ററായിട്ട് ഗവേണൻസ് ചെയ്യപ്പെട്ട സ്റ്റേറ്റുകളായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, കേരളം, തമിഴ്നാടും കർണാടകം, ആന്ധ്രയൊക്കെ, അതിന്റെ കേരളവും കർണാടകം, തമിഴ്നാടും തെലങ്കാനയൊക്കെ അതിന്റെ പ്രശ്നം അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം അവന്മാർക്ക് അവിടെ 90% കൊടുക്കുമ്പോഴത്തേക്ക് നാളെ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ബെറ്ററായിട്ട് മുമ്പോട്ട് പോയി, അതുകൊണ്ട് നമ്മളെ പണിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ ഇത് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ മിസ്ഗവേണൻസ് കൊണ്ടാണ് ബീഹാറൊക്കെ ഇങ്ങനെ ആയത്. അതുകൊണ്ട് അവർമാർക്കൊന്നും ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസും കൊടുക്കണമെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പേജിലേക്കൊക്കെ പോകുമ്പോ ജയശങ്കർ ചാർജ് ഏറ്റെടുത്തതിനെ കുറിച്ചും. ജയശങ്കർ ഈസ് വൺ ഓഫ് ദ ബ്രില്യൻ മിനിസ്റ്റേഴ്സ് ഇൻ മോഡി ഗവൺമെന്റ്. അതിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ ഗവൺമെന്റിൽ അങ്ങനെ തന്നെ ആയിരുന്നു അദ്ദേഹം മുഹമ്മദ് മൊയ്സുമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. മുഹമ്മദ് മൊയ്സു മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആണ്. മുഹമ്മദ് മൊയ്സു MUIZU. അദ്ദേഹത്തിന് ZU ആണ്, 2 Z ഉണ്ട്. ജയശങ്കറിന്റെ മുന്നിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്, അതിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. മോഡിയുടെ കുറച്ച് ഫോറിൻ വിസിറ്റുകളെ കുറിച്ച്. മോഡി ഇനിയിപ്പോ നെക്സ്റ്റ് പോകാൻ പോണത് ഇറ്റലിയിലാണ്. ഈ മാസം 2 ദിവസം കഴിയുമ്പോൾ പോകും. ഇറ്റലിയിൽ G7 സമ്മിറ്റ് ആണ്. G7 സമ്മിറ്റ്. G7 എന്ന് പറഞ്ഞാൽ USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങൾ. അതിൽ ഇന്ത്യ ഇല്ല, പക്ഷേ ഇന്ത്യ ഈസ് എ സ്പെഷ്യൽ ഇൻവൈറ്റി. അതുകൊണ്ട് ഇന്ത്യയെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ SCO സമ്മിറ്റ് ഉണ്ട്, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് അനദർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. ചൈന ഈസ് ഓൾസോ എ മെമ്പർ. പാകിസ്ഥാൻ ഈസ് എ മെമ്പർ. റഷ്യ ഈസ് എ മെമ്പർ. സോ SCO മീറ്റിംഗിൽ പങ്കെടുക്കാൻ അദ്ദേഹം കസാക്കിസ്ഥാനിലാണ് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. കസാക്കിസ്ഥാനാണെന്ന് എന്റെ വിശ്വാസം. ഇവിടെ ഉണ്ട്. കസാക്കിസ്ഥാനിലാണ്. കസാക്കിസ്ഥാൻ അതിന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ച മീറ്റിംഗ് തുടങ്ങി. ഇതൊക്കെ എഴുതിയെടുത്തോളാം. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ച് SCOയുടെ മീറ്റിംഗ്. പിന്നെ ബ്രിക്സിന്റെ മീറ്റിംഗ് ഉണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് മീറ്റിംഗ്. അത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക മാത്രമല്ല. ഇപ്പൊ എത്യോപ്യ, UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ഇറാൻ, ഇത്രയും രാജ്യങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് ബ്രിക്സിൽ. അതിന്റെ മീറ്റിംഗ് റഷ്യയിൽ വെച്ചാണ്. അപ്പൊ അവിടെ വ്ളാഡിമിർ പുടിനെയും സി ജിൻപിങ്ങിനെയൊക്കെ അവിടെ വെച്ച് മോഡി കാണും. പിന്നെ G20 മീറ്റിംഗ് ഉണ്ട്. G20 മീറ്റിംഗ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലാണ് നടന്നത്. ഇപ്രാവശ്യം ബ്രസീലാണ്. ഇവിടെയൊക്കെ മോഡി പോകുമ്പോൾ കൂടെ ജയശങ്കറും കാണും. അപ്പൊ ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അവിടെയൊക്കെ വെച്ച് നടക്കും. പിന്നെ താഴോട്ട് വരുമ്പോൾ അശ്വനി വൈഷ്ണവ്, ഇന്ത്യയുടെ പുതിയ IB മിനിസ്റ്റർ. ഇത്രയും കാലം IB മിനിസ്റ്റർ അല്ലായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഒരു അഡീഷണൽ മിനിസ്റ്റർ കൂടെ കിട്ടിയാണ്. IB എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അത്
Previously it was held by Anurag Thakur. Now he is not in the ministry. So he took over the charge of that ministry. ഏറ്റവും കൂടുതൽ മിനിസ്ട്രീസ് കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹമാണ്. ഒരു ഫോമർ IAS ഓഫീസറാണ്. റെയിൽവേ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, പിന്നെ വേറെ അതൊരു മിനിസ്റ്റർ കൂടെ ഉണ്ടല്ലോ, ഇലക്ട്രോണിക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജയശങ്കർ ഡിഫൻസ് മിനിസ്റ്റർ ഓഫീസ് ചാർജ് എടുത്തതിനെ കുറിച്ചുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മെയിനായിട്ട് അദ്ദേഹത്തിന് മുന്നുള്ള അതെന്ന് വെച്ചാൽ അഗ്നിപത് സ്കീമിനെ പ്രോപ്പറായിട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ആർമിയുടെ പുതിയ ചീഫായിട്ട് ഉപേന്ദ്ര യാദവ്, ജനറൽ ഉപേന്ദ്ര യാദവ്. ഇപ്പൊ ജനറൽ അല്ല, ഇപ്പൊ അദ്ദേഹം ലെഫ്റ്റനന്റ് ജനറൽ ആണ്. അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ പിന്നെ ജനറൽ എന്നായിരിക്കും അറിയപ്പെടുന്നത്. ജനറലാണ് ആർമിയുടെ ചീഫ്. ഉപേന്ദ്ര ദ്വിവേദി ആർമിയുടെ പുതിയ ചീഫ്. ഉപേന്ദ്ര ദ്വിവേദി. നേവിയുടെ പുതിയ ചീഫിനെ കഴിഞ്ഞ മാസമാണ് അപ്പോയിന്റ് ചെയ്തത്. നേവിയുടെ പുതിയ ചീഫ് ദിനേശ് കുമാർ ത്രിപാഠി. എയർഫോഴ്സിന്റെ ചീഫ് VR ചൗധരി അല്ലേ? VR ചൗധരി ആണെന്നാണ് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്തോണേ. VR ചൗധരി എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. അമിത്ഷാ അമിത്ഷാ ഓഫീസിൽ ചുമതല എടുത്തതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ പുതിയ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് ഭൂപേന്ദ്ര യാദവ്. കഴിഞ്ഞവണേ അദ്ദേഹം തന്നെയായിരുന്നു. അതായത് പറഞ്ഞത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കഴിഞ്ഞവണേ അദ്ദേഹമായിരുന്നു ഭൂപേന്ദ്ര യാദവ്, ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്. പിന്നെ മോഹൻ മജ്ജിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള ന്യൂസ് ഉണ്ട് ഇവിടെ. മോഹൻ മജ്ജി ആരാണ്? ഒഡീഷയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഹർദീപ് സിംഗ് പുരി, ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ. കഴിഞ്ഞവണേ അദ്ദേഹം തന്നെയായിരുന്നു പെട്രോളിയം മിനിസ്ട്രി. ഹർദീപ് സിംഗ് പുരി. ഇതൊക്കെ എനിക്ക് കാണാപ്പാടമാണ്. കാര്യം കഴിഞ്ഞ വർഷം 5 വർഷം ഇത് പഠിപ്പിച്ചാണ്. ഹർദീപ് സിംഗ് പുരി, ഈ മിനിസ്റ്റേഴ്സ് എല്ലാവരും. എനിക്ക് ആകെപ്പാട് 1-2 മിനിസ്റ്റേഴ്സിന്റെ പേര് എനിക്ക് കാണാൻ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു തന്നെ. ഹർദീപ് സിംഗ് പുരി. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് പെട്രോളിയം മിനിസ്ട്രിയിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൂറിസവും കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. അപ്പൊ അതാണ് സുരേഷ് ഗോപി ഹർദീപ് സിംഗ് പുരിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണാം അവിടെ. പിന്നെ ഇവിടെ IRDA ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ RBI റെഗുലേറ്റ് ചെയ്യുന്ന പോലെ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്ന IRDA ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. പിന്നെ ഒരു നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസുകളാണ് ഇവിടുത്തെ ബാക്കിയൊക്കെ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അതിനടുത്ത പേജിൽ നമുക്ക് വേൾഡ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. ഗാസ വാറും യുക്രൈൻ വാറും ഒക്കെയാണ്. ഇന്ത്യ ടു ഹോസ്റ്റ് ഹോക്കി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് 2025. ഹോക്കിയിലെ ജൂനിയർ വേൾഡ് കപ്പ് 2025 ഇന്ത്യയിലാണ് ഹോസ്റ്റ് ചെയ്യാൻ അടുത്ത വർഷം. അതറിഞ്ഞിരിക്കുക. ജൂനിയർ മെൻ ഹോക്കി വേൾഡ് കപ്പ് 2025 ഇന്ത്യയിൽ വെച്ച്. FIH ആണ് അതൊക്കെ തീരുമാനിക്കുന്നത്. ഫിഫ ഫുട്ബോളിന് പോലെയാണ് FIH ഹോക്കിക്ക്, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. FIH എന്താണ്? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. സ്പോർട്സ് പേജിൽ വരുമ്പം ഒരു കാര്യവും ഈ പേജ് പറയാനില്ല. അതിനടുത്ത പേജിലും ഇതാരെന്ന് അറിയാലോ, ഇന്ത്യയുടെ ഇപ്പൊ റിട്ടയർ ആയ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളർ, ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് ഫുട്ബോളേഴ്സിൽ ഒരാളാണ് സുനിൽ ഛേത്രി. ഓക്കെ. അപ്പോ ഇതിൽ ഒരു കാര്യം UN declares 2025 the year of quantum science. 2025 UN ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്. ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് 2025. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഹിന്ദു പത്രം വായിക്കാൻ വളരെ ഈസി ആയിരിക്കും. താങ്ക് യു സോ മച്ച്.